പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നോ, ഏറ്റുപറയേണ്ട ആവശ്യമില്ലെന്നോ, പാപം ഏറ്റുപറയേണ്ട കാര്യമില്ലെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ സഭയിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ ഇന്നുവരെ പറയുന്നില്ല ഇത് തെറ്റ്, അവനെ ഇറക്കി വിട്, അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് പറയുന്നില്ല. അതുകൊണ്ടെന്താ? സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നുമില്ല. അവിടെ ഈ പോപ്പുലർ പ്രീച്ചേഴ്സ് കയറി നിരങ്ങുകയുമാണ്. ഇന്നിപ്പോൾ സഭയെ കയറേണ്ട കാര്യമില്ലല്ലോ. ഈ ടെലിവിഷനിലും മറ്റും നിരന്തരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന മെസ്സേജസ് നിങ്ങളുടെ വീട്ടിലല്ലയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് വിവേചിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയ കഷ്ടമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ഉള്ള അവിടെയാണ് കാവൽ വേണ്ടത്. കാവൽ വേണം. ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെ കാവൽ വേണം. പക്ഷെ അതിനൊന്നും ഇവിടെ ആർക്കും നേരമില്ല. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ ഉറ്റിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെയെങ്കിലും ആത്മാവുള്ളവരെ ആക്കാനെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവന് മാത്രമേ കൃത്യമായിട്ട് വചനം പഠിപ്പിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ പ്രാർത്ഥനയിലും വചനത്തിലും വചനധ്യാനത്തിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കേണ്ടതായ അപ്പോസ്തലന്മാര് ഇന്ന് വോട്ടുപിടുത്തവും കസേരകളിയും അധികാരം നിലനിർത്താൻ ഗുണ്ടാകളുടെ കൂട്ടുപിടിക്കാൻ പോലും ഇവർക്ക് മടിയില്ല. എന്നിട്ട് പറയും, കർത്താവ് സഹായിച്ചു ബ്രദറെ, ഞാൻ ആഗ്രഹിച്ചതല്ല, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ ഈ കസേരയിൽ. പിന്നെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്തോ വാഗ്ദത്തമാണ്? ഈ കസേര കളിക്കുന്നവർക്ക് എവിടെയാണ് ദുരുപദേശത്തിനെതിരെ സംസാരിക്കാൻ നേരം? അവർക്ക് എവിടെയാണ് മലിനവും ശുദ്ധവും മലിനവും നിർമ്മലിനവും തമ്മിൽ വേർതിരിച്ച് കാണിക്കാനുള്ള നേരം? അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. എന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ ഇടയിൽ കർത്താവ് നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊരു വലിയ പ്രശ്നം, ഇന്ന് നിത്യതയെക്കുറിച്ച് ഒരു മനുഷ്യനെ പ്രസംഗിക്കുന്നില്ല. സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ, കൺവെൻഷനിൽ എന്നാൽ എവിടെ ചെന്നാലും കെട്ടിടം പണിയെക്കുറിച്ചാണ് കേൾക്കുന്നത് മുഴുവൻ. ഈ കത്തീഡ്രൽ ആശയത്തിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാര് വലിയ വലിയ പള്ളികളൊക്കെ കളഞ്ഞേച്ച് വന്നവരല്ലേ. അല്ലാതെ അന്നേരം അവരെന്തോ പറഞ്ഞിരുന്നത്, ഇപ്പം ഞങ്ങളെ കാശില്ല, കാശുണ്ടാകട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങളെക്കാൾ വലിയ പള്ളി പണിയെന്ന് പറഞ്ഞാണ് അവർ വന്നത്. അല്ല, അവര് ലാളിത്യത്തിൽ വിശ്വസിച്ചിരുന്നു. ലളിതമായ ആരാധനയായിരുന്നു അവരുടെ മുഖമുദ്ര. ഇന്നിപ്പോ കാശ് കിട്ടിയപ്പോൾ നമ്മൾ അവരുടെ പള്ളിയെ വെല്ലുന്ന സഭാഹോള് പണിയാനാ നോക്കുന്നത്. നല്ല സഭാഹോള് പണിയുന്നൊന്നും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ കെട്ടിടമാണ് സഭയെന്ന് പഠിപ്പിക്കരുത്. അതുകൊണ്ടെന്താ, യോഗങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളോ നിത്യതയെക്കുറിച്ചോ കേൾക്കാനൊന്നുമില്ല. കേൾക്കുന്നത് മുഴുവൻ കെട്ടിടങ്ങളെ കുറിച്ചാണ്. ഞാൻ മപ്പൂട്ടയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാഷണൽ കോൺഫറൻസ്, 30,000 സഭകളുള്ള, മൊസാംബിക്കിൽ 3000-ലേറെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളുണ്ട്. അവിടെ നാഷണൽ കോൺഫറൻസിന് I was a guest speaker. ഞാൻ അവിടെ രാവിലെ അതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സൂപ്രണ്ടന്റെ ഫ്രണ്ടാണ്, പുള്ളി പ്രസംഗിച്ചു, നല്ലൊരു മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ രൂപാന്തരീകരണം, വിശുദ്ധീകരണം, സെപ്പറേഷൻ, ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാനവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ കയറിയ ആള് സഭാ വളർച്ച എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. കുറ്റം പറയല്ല. പുള്ളി പറഞ്ഞത്, നിന്റെ സഭ വളരണമെങ്കിൽ നിനക്ക് സഭയ്ക്ക് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. നിന്റെ ഓഫീസ്, നിനക്ക് സഭയ്ക്ക് ഓഫീസുണ്ടോ? നിനക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ടോ? 2 മണിക്കൂർ സഭയില് ഓഫീസ് വേണം, എന്നാലേ സഭ വളരത്തുള്ള അദ്ദേഹം പ്രസംഗിച്ചത്. പിന്നെ അദ്ദേഹം അവിടുത്തുകാരനല്ല, ടാൻസാനിയനാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞത് മുഴുവൻ, നിങ്ങൾക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ടോ? ഇവിടെ മിഷണറിമാർ വന്നോ? ഒരു ഹെഡ് ഓഫീസ് പണിതില്ല. നിനക്കൊരു ഹെഡ് ഓഫീസ് പണി ആദ്യം, സഭ വളരാൻ. അടുത്തതെന്താ? പിറ്റേ ദിവസം രാവിലെ അവരുടെ സഭയുടെ ജനറൽ സൂപ്രണ്ട് ഹെഡ് ഓഫീസ് പണിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് മുഴുവൻ. ഒടുവിൽ വലിയ പിരിവും നടത്തി. ചില സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 6 പ്രാവശ്യം സ്വോത്രാഴ്ച എടുത്ത സഭകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ യോഗത്തിന് 6 പ്രാവശ്യം സ്വോത്രാഴ്ച എടുത്ത്. പണപ്പിരിവല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. എന്താ നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന സന്ദേശം? നിന്റെ ഔദാര്യം കൊണ്ടാ സഭ നടക്കുന്നതെന്നല്ലേ ഈ പണപ്പിരിവിനകത്ത് നമ്മൾ മനുഷ്യന് കൊടുക്കുന്നതായ സന്ദേശം. നീ കൊടുക്ക്, നീ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സഭ തകർന്നു പോകും. നീ കൊടുത്തില്ല, സഭ തകരി പോകും. നിന്റെ കാശ് കൊണ്ടാണോ സഭ നടക്കുന്നത്? എന്നിട്ടുള്ള ബിസിനസ്സുകാരെ മുഴുവൻ പോയി കാല് പിടിക്കും. പിന്നെ ബിസിനസ്സുകാരൻ കളി കളിക്കാതിരിക്കുമോ? അവൻ എവിടെ കൊടുത്താലും ലാഭം നോക്കുന്ന ആളാ.
ബിസിനസ്സുകാരൻ സഭ പണിയാൻ കാശ് കൊടുത്താലും അവൻ ലാഭം നോക്കും. അവൻ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനുള്ള കാര്യം നോക്കിയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ചിലരൊക്കെ കൊടുക്കുന്നത് ഈ കുറ്റബോധം മാറ്റാനായിട്ട് കൊടുക്കുമായിരിക്കും. അതിനുശേഷം വന്ന് മപ്പുട്ടോയിൽ ഫിനാൻസ് സെക്രട്ടറി വന്നിട്ട് 2 മണിക്കൂർ ബജറ്റും മറ്റേത് മറിച്ചത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തിരുവത്താഴം നടത്താൻ. പാസ്റ്റർമാരുടെ യോഗം എന്തൊരു അന്തരീക്ഷമാണെന്ന് അറിയത്തില്ലേ, തിരുവത്താഴം നടത്തുന്നത്. പിന്നെ എണീറ്റ് നിന്നപ്പോഴേ ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഇതുവരെ നമ്മൾ ഇവിടെ കേട്ടതെല്ലാം മറക്കാം. അല്ലാതെ എന്താ പറയാന്, ഞാൻ പറഞ്ഞ കാര്യം, ഇതുവരെ നമ്മൾ ഇവിടെ കേട്ടതെല്ലാം മറക്കാം. നമ്മൾ കർത്താവിന്റെ മേശ മുമ്പിൽ വന്നിരിക്കുന്നു. ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ഹേർഡ് ഹിയർ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നം ഇതാണ്. തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുന്ന മെസ്സേജസ് ഇല്ല. രൂപാന്തരപ്പെടുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന മെസ്സേജ് ഇല്ല. പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മെസ്സേജ് ഇല്ല. ഒരു കാവൽ മെസ്സേജ് ഇല്ല. ഒരു വാർണിംഗ് മെസ്സേജ് ഇല്ല. ഇന്ന് സഭകളിൽ ആവശ്യമായിരിക്കുന്നത് വാർണിംഗ് മെസ്സേജാണ്. കാര്യം നമ്മൾ കൈവിട്ട്, നമ്മൾ ഈ മെയിൻ ദൈവം ഉദ്ദേശിക്കുന്ന വഴി വിട്ടു പോയി കഴിഞ്ഞാൽ മടങ്ങി വരാൻ പറയാതല്ലാതെ എന്തോ പ്രസംഗിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തൂർത്തുപുത്രനോട്, മകനെ, നിന്റെ പന്നിക്കൂട്ടിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ് എന്നാണ് പ്രസംഗിക്കേണ്ടത്. അല്ല, അവനോട് പറയാൻ ഒരു സന്ദേശമുള്ളൂ. എന്ത്? വീട്ടിലോട്ട് മടങ്ങിപ്പോടാ. ഇതേ പറയാനുള്ളൂ. ഇന്ന് സഭയിൽ പ്രസംഗിക്കേണ്ടത് പന്നിക്കൂട്ടിൽ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന മെസ്സേജ് അല്ല. പന്നിക്കൂട്ടിലാ കിടക്കുന്നത് മിക്കതും. പന്നിക്കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉപേക്ഷിച്ചു പോയ ഈ മോഹങ്ങളുടെയും പാപങ്ങളുടെയും ഇടയ്ക്ക് കിടന്ന് ഞൊരയുന്ന പുഴുക്കളാ സഭയിൽ നല്ലൊരു ശതമാനം ആളുകളും. അവരുടെ അടുത്ത് അനുഗ്രഹത്തിന്റെ സന്ദേശം പറയാനാണോ ദൈവം നിങ്ങളെ വിട്ടിരിക്കുന്നത്? നിങ്ങളൊന്നുകൂടെ ആലോചിക്കണം. അവരോട് പറയാൻ നമുക്കൊരു സന്ദേശമേ ഉള്ളൂ. എന്ത്? മടങ്ങി വരിക. മടങ്ങി വരിക എന്നുള്ള സന്ദേശമാണ് നമുക്ക് പറയാനുള്ളത്. അത് കാവൽക്കാരന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ഈ അകൃത്യമുള്ള സഭയുടെ ഇടയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. കാവൽക്കാര, നീ ചെന്ന് പറ, വാൾ വരുന്നു, മടങ്ങി വരിക. വാൾ വരുന്നു, മടങ്ങി വരിക. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. യെശയ്യാവിന്റെ 58:1 ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും ഇസ്രായേൽ ഗൃഹത്തിന് അവരുടെ പാപത്തെയും അറിയിക്കാം. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. പുറം ലോകത്ത് പറയുന്ന അതേ ഊർജ്ജസ്വലതയോടെ സഭയ്ക്കുള്ളിൽ എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും ഇസ്രായേൽ ഗൃഹത്തിന് അവരുടെ പാപത്തെയും അറിയിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമുക്കൊരു സോഫ്റ്റ് മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. ഇനി ഇതിനകത്ത് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവർ കാവൽക്കാരാകാനും നോക്കണ്ട. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാവൽക്കാരാകാനായിരിക്കത്തില്ല ചിലപ്പം ദൈവം പറയുന്നത്. ഇതിനകത്ത് നല്ലൊരു ശതമാനം ആളുകളോടും ചിലപ്പം ദൈവം പറയുന്നത് എന്താണ്? മടങ്ങി വരിക എന്ന സന്ദേശമായിരിക്കും. മടങ്ങി വരിക. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. പൂർണ്ണമായും ദൈവിക പാതയിലാണോ നിങ്ങൾ പോകുന്നതെന്നൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇന്ന് ഈ കാവൽക്കാരന്റെ സന്ദേശം നിങ്ങളൊന്ന് കേൾക്കുക. മടങ്ങി വരിക. മടങ്ങി വരികയാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ ദൈവ വഴിവിട്ട് ഓടിപ്പോകുന്നവനെ പുറകെ ചെന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമൊന്നും അല്ല വേദപുസ്തകത്തിലെ ദൈവം. ഇന്നത്തെ അനുഗ്രഹ പ്രസംഗകർ അതാ ചെയ്യുന്നത്. ദൈവം വഴിവിട്ട് പോകുന്നതിന്റെ പുറകെ ചെന്നിട്ട് പറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൽക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എവിടെ? അതാണോ സന്ദേശം? അല്ല. മടങ്ങി വരിക. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമ്മളോട് തന്നെ ചോദിക്കാം, കാവൽക്കാരനാകുന്നതിന് മുമ്പ് എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട്, കർത്താവ്, എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. അത് സമ്മതിക്കാൻ പഠിക്കുക. ഒരു നിമിഷം. സ്വർഗസ്വപിതാവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ വഴികളെ വിട്ടിട്ട് ഞാൻ പോയിരിക്കുന്ന പാതകളെ, അതിൽ നിന്ന് മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണമേ. കാവൽക്കാരൻ്റെ സന്ദേശം കർത്താവേ, അതിനെ മറന്നു കളയുവാൻ വേണ്ടിയല്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ നാളുകളിലെ സഭയിൽ എനിക്ക് അങ്ങനെ ഒരു സന്ദേശം കിട്ടിയില്ലായിരിക്കും. ഒരുപക്ഷെ ഞങ്ങളുടെ പുരോഹിതന്മാർ ശുദ്ധിയും അശുദ്ധിയും മലിനവും നിർമ്മലിനവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാത്ത ഒരു പുരോഹിതനായിരിക്കാം. ഒരുപക്ഷെ പ്രഭുക്കന്മാർ അന്യായം ചെയ്യുന്ന പ്രഭുക്കന്മാരായിരിക്കാം. ഒരുപക്ഷെ പ്രവാചകന്മാർ അവർക്ക് വെള്ളപൂശുന്നുണ്ടായിരിക്കാം. അതൊക്കെ അവരുടെ കാര്യം. എന്നാൽ ഇന്ന് ഈ സമയത്ത് നിന്റെ പാതയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. മടങ്ങി വരിക മാത്രമല്ല, മടങ്ങി വന്ന് ഒരു കാവൽക്കാരന്റെ ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ തെറ്റിപ്പോയി, എൻ്റെ സഹോദരങ്ങൾ തെറ്റിപ്പോകരുത്. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുമല്ലോ, കർത്താവേ, യഥാർത്ഥത്തിൽ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിട്ടല്ല, നീതിക്കും
സത്യത്തിനും വിശുദ്ധിക്കും വേണ്ടി നിലകൊള്ളുവാൻ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ മുറുകെ പിടിച്ച ആ ജീവിത വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും മുറുകെ പറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.